ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ പെരിന്തൽമണ്ണല്ലേ മറൈൻ എക്സ്പോയിലേക്ക് വന്ന് കണ്ടോ. ഞങ്ങളെ കൂടെ ആണെങ്കിൽ ഒരു കല്യാണത്തിനുള്ള ആളും ഉണ്ട്. മീനെ പിടിച്ചില്ല അങ്ങനെ ഓരോ മീൻ്റെ അടുത്ത് കൊണ്ടുപോയി മക്കളെ. ഫോട്ടോ വിട്ടെന്നാ മതി. ഞാൻ ഫോട്ടോ എടുക്കില്ല, ഞാൻ വീഡിയോ എടുക്കും. ചെറിയ മീനുകള് അങ്ങനെ കുറെ വെറൈറ്റി മീനുകളൊക്കെ കണ്ടുട്ടോ. ഈ ഒരു സംഭവേ പാലക്കാട് വന്നപ്പോൾ ഞങ്ങൾ പോയി കണ്ടേന്ന് കേട്ടോ. അവിടെ ഇതിലേറെ മീനുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളെ കൂടെ അമ്മായികളും അമ്മായികളുടെ കുട്ടികളും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ ശാനത്താത്തി ഉണ്ടായിരുന്നു. മീനുകളൊക്കെ കണ്ട് ഞങ്ങൾ മത്സ്യകന്യകൻ്റെ അടുത്തെത്തി. എല്ലാവരും ഇവിടെ വരുമ്പോൾ സ്റ്റക്കാവും കേട്ടോ. അവിടുന്നൊക്കെ വേഗം പോരെ, ഇവിടുന്നൊന്നും ആരും പോകൂല. വെള്ളത്തിലാണെങ്കിലും മത്സ്യകന്യക നനയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു ഇതെന്താ നനയാത്തേന്ന്. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് പറയട്ടോ.
പിന്നെ ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ. ഹലോ, ഇവിടുത്തെ മുട്ടായികളുണ്ടല്ലോ, ഉമ്മച്ചി പറഞ്ഞു ഉമ്മച്ചീച്ചും പഠിച്ചാൻ പോകുമ്പോ ഉണ്ടായിരുന്ന മുട്ടായികളാണേന്ന്. ഇതില് ചില മുട്ടായികളൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞങ്ങൾ അതിന് കുറെ മുട്ടായികളൊക്കെ വാങ്ങിച്ചുട്ടോ. മുട്ടായികൾ ഒറ്റക്കല്ലിട്ട് എല്ലാറ്റിൻ്റെയും കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് നടക്കേ, അങ്ങോട്ട്. ആ അവിടുന്ന് വാങ്ങിത്തരാം. നടക്കും ആണോ? അങ്ങോട്ട് നടക്കും. വലിച്ചെടുത്ത് കാക്കു ചീത്തറി. പുറത്തുണ്ട്, അങ്ങോട്ട് നടക്കാം. പുറത്തുണ്ട്. ഹലുവകൾ. കാക്കൂന്റെ കേക്ക് ഇത് നോക്കിയത് എന്താ നോക്കി വേണ്ട. അതുകൊണ്ട് പോരൂടി വാങ്ങിക്കോളി. കൊടുക്കേ ഇങ്ങോട്ടൊക്കെ അവിടെ നോക്കാം. ആണോ? അല്ല, മാലല്ലേ? നല്ല രസമുണ്ട്. എടുക്കരുതട്ടോ. ഇങ്ങോട്ട് വാവ്. ഇവിടെ ഈ വളയിക്കാൻ രസമുണ്ട്. ആ അന്നാ വാങ്ങിയതല്ലേ? നിക്കട്ടോ, പോവരുത്. അങ്ങനെ അവിടുന്ന് കുറച്ച് വളയമാലി വാങ്ങിയിട്ട് ഞങ്ങള് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും കയറാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. യന്ത്രഊഞ്ഞാലും ബൈക്ക് റേസിങ്ങും പിന്നെ കാർ റേസിങ്ങും പിന്നെ വള്ളത്തിലുള്ള ബോട്ട് റേസിങ്ങും പിന്നെ ഈ ഒരു തീവണ്ടിയും ചെറിയ കുട്ടികൾക്ക് ഊഞ്ഞാലാടാനും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാറ്റിൽ കയറണമെങ്കിൽ വേറെ വേറെ പൈസ കൊടുക്കണം കേട്ടോ.
ഇതൊക്കെ കണ്ടപ്പോ അമ്മാക്കിച്ചൊരു പൂതി എന്തില്ലെങ്കിലും ഒന്നിൽ കയറണമെന്ന്. ഞങ്ങൾ കുട്ടികളൊന്നിൽ കയറാൻ നിന്നില്ല കേട്ടോ. ഞങ്ങൾക്കൊക്കെ പേടിയാണ്. പിന്നെ എല്ലാവരും പാടെ തീരുമാനിച്ചിട്ടേ ഊഞ്ഞാലിൽ കയറാൻ നിന്നു എല്ലാവരും. എൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടുക്കണമെന്നല്ലാതെ ഇതുവരെയായിട്ട് ഒന്നിലും കയറിയിട്ടില്ല കേട്ടോ. ഇതിൽ കുട്ടികൾക്ക് ഒന്നും കയറാൻ പറ്റൂല, വലിയവർക്കുള്ള കയറാൻ പറ്റുക. അങ്ങനെ ടിക്കറ്റ് എടുത്ത പോലെ അതിൽ കയറാൻ പോയി. ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാനും പോയി. ആരൊക്കെയോ വന്നു നീലമൂളിക്ക് പോരാൻ നന്നായിരുന്നു. പേടിച്ചാർത്തിട്ടുണ്ടാവും. പോണല്ല വീഡിയോ അവിടെ വേറെ ആൾക്കാർ വന്നു. നമ്മളുണ്ടായപ്പോ നല്ല ആൾക്കാർ വന്നില്ലേ. അവിടെ ചിലര് മേലെ നമ്മൾ മേലെ അവിടേക്ക് അയറിന് ഊട്ടം ആ അതും നമ്മ കയറിയാക്കി ചാവും. മേലെ കൂടെ ചുറ്റും ഇതിനേക്കാൾ നല്ല മുമ്പിൽ സാധനം കണ്ടോ? അത് ഞാൻ കയറിക്കോ. ഇങ്ങനെ പോയാ മതി. ആരൊക്കെ വന്ന് ആരൊക്കെ പോയി നിങ്ങളെ മട്ടം തോപ്പല്ലേ. നിങ്ങൾ പോന്നില്ലല്ലോ നീ മോളെ. എന്ത് രസമായിരുന്നു നോക്കട്ടെ. ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കോളെ. എന്തമ്മായി കാട്ടിച്ചിക്കണേ. വലിയ ഇടയിലെ ഊഞ്ഞാലിൽ കയറാൻ പോയ ആൾക്കാരെ അതിലിരുന്ന് ആർപ്പായിരുന്നു. താഴത്തിക്കണ ഞങ്ങൾക്കും കൂടിയും കേട്ടിരുന്നു ഓല ആർപ്പ്. ഓലൊക്കെ തിരിച്ചു വന്നപ്പോൾ കിളി പോയ മാറിയായിരുന്നു. പിന്നെ ഇവിടെ കുതിര സവാരി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ഓരോന്ന് വാങ്ങി തിന്നുട്ടോ. ഉമ്മച്ചി ഞങ്ങളോട് എന്തില്ലെങ്കിലും ഒന്നിൽ കയറാൻ പറഞ്ഞു. പേടിയായതുകൊണ്ട് ഞങ്ങളൊന്നിലും കയറിയില്ല. അങ്ങനെ എല്ലാവരുടെ ഒന്ന് ചുറ്റി അടിച്ചിട്ട് ഞങ്ങൾ പോന്നു. അപ്പക്കിന് രാത്രി ഒരുപാടായിരുന്നു കേട്ടോ. രാത്രി ഇവിടെയൊക്കെ കാണാനേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മച്ചീറ്റും അവിടുന്ന് റോസ് ഗോൾഡിൻ്റെ 2 വള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്ര വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബിന് മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.